ഹലോ ഗായ്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു പരിപ്പ് പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പ്രഥമെന്നോ അല്ലെങ്കിൽ പരിപ്പ് പായസം എന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. അപ്പോൾ അതിനായിട്ട് നമ്മളുടെ 1/2 കിലോ ചെറുപയർ പരിപ്പാന്നിട്ട് എടുത്തിട്ടുള്ളത്. 1/2 കിലോ പായസത്തിൻ്റെ കണക്കാന്നിട്ട് കാണിക്കുന്നത്. സോറി, 1/2 കിലോ പായസമല്ല, 1/2 കിലോ പരിപ്പിൻ്റെ ഒരളവാന്നിട്ടാണ് പറയുന്നത്. അപ്പോൾ 1/2 കിലോ ചെറുപയർ ആദ്യം തന്നെ നമുക്ക് നല്ലോണം വറുത്തെടുക്കാം കേട്ടോ. നല്ലോണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കരിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം നോക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ നമുക്ക് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം മാത്രം നമുക്ക് നല്ലോണം ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. നമ്മൾ ഇങ്ങനെയാണ് പൊതുവേ ചെയ്യാറ്. ആദ്യം വറുത്തിട്ടാണ് പിന്നെ കഴുകൽ കേട്ടോ. അപ്പോൾ ഇനി അതൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇത് നമുക്ക് കുക്കറിലേക്ക് മാറ്റാം കേട്ടോ. കുറച്ച് ഉപ്പും അതുപോലെ തന്നെ വെള്ളം അധികം തന്നെ ഒഴിക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വിസിലടുപ്പിച്ചെടുക്കാം കേട്ടോ. ഏകദേശം ഒരു 3 വിസിലാണ് അടിച്ചെടുത്തിട്ടുള്ളത്. ഇത് മെയിനായിട്ട് ഓണത്തിനെല്ലാം നമ്മളെ അടുത്തുള്ള ആൾക്കാരെല്ലാം നമ്മളെ അയൽവാസികളെല്ലാം നമുക്ക് കൊണ്ടുതരുന്നുണ്ട് കേട്ടോ. ഈ പരിപ്പ് പ്രഥമൻ എന്നിട്ടാണ് ഓരോ പറയില്ലേ. ഓരോ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ അവരെല്ലാവരും വെച്ചാൽ തേങ്ങാപ്പാൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കാണില്ല. അപ്പം ഞാൻ തേങ്ങാപ്പാൽ എടുക്കുന്നതിന് പകരം എല്ലാവർക്കും ചിലപ്പം തേങ്ങാപ്പാൽ എടുക്കാൻ കഴിയണമെന്നില്ല. തേങ്ങ ചിരണ്ടി പാലെടുക്കലെല്ലാം ഒരു ബുദ്ധിമുട്ട് തന്നെയല്ലോ. ചിലവർക്ക് തേങ്ങ ഇല്ലാത്തവരാണെങ്കിലും അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ പാക്കറ്റ് പാൽ വെച്ചിട്ടാണ് എന്നിട്ട് ഈ ഒരു പായസം ഉണ്ടാക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റിലെ പായസം. രണ്ടും വലിയ ടേസ്റ്റ് ഡിഫറൻസ് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഞാൻ 2 രീതിയിൽ ഉണ്ടാക്കലും കുടിക്കലെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ പരിപ്പ് അവിടെ നിന്ന് വേകുന്ന ടൈം കൊണ്ട് നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം കേട്ടോ. ഇത് കറക്റ്റ് ശർക്കരേൻ്റെ അളവാണ് കേട്ടോ. 4 വലിയ പീസും അതുപോലെ തന്നെ ഒരു ചെറിയ ഹാഫ് പീസ് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വെള്ളം എന്നിട്ട് പറയൽ വെള്ളം നമുക്ക് ഉരുക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. ഇത് നല്ല അത്ര കളറില്ലാത്ത വെല്ലമാണ് കേട്ടോ. കുറച്ച് ലൈറ്റ് കളർ വെല്ലമാണ്. അതുകൊണ്ട് നമ്മൾ പായസത്തിൻ്റെ കളറും കുറച്ച് കുറവായിട്ട് തോന്നി എനിക്ക്. ചില ആളുകൾ നല്ല ഡാർക്ക് കളർ വെല്ലെടുക്കും. നമ്മൾ വെല്ലെടുക്കുമ്പോൾ നല്ല കളർ ഉണ്ടാവും പായസത്തിന്. അപ്പം നമ്മുടെ ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നല്ലോണം നമുക്ക് ഉരുക്കിയെടുക്കാം. എന്നിട്ട് ഇതൊന്ന് അരിച്ചും കൂടി എടുക്കണം കേട്ടോ. എന്തെങ്കിലും പൊടികളോ കച്ചറകളോ ഉണ്ടെങ്കിൽ അതൊന്ന് മാറിക്കിട്ടുമല്ലോ. ആ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മൾ പരിപ്പ് വേവാൻ വെച്ച ചെറുപയർ പരിപ്പെല്ലാം വെന്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കുറച്ച് നല്ലോണം ഒന്ന് വെന്തുപോയി. പക്ഷേ ഈ ഒരു ചിലത് അടിയിലോട്ട് മാത്രം കുറച്ച് വെന്തുപോയി കേട്ടോ. കുറച്ചധികം മേലില്ലത് കണക്കായ പരുവായിപ്പോയി. അത് നമ്മളെ കുക്കറിൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണ് കേട്ടോ. കുക്കർ വിസിലടിയാൻ കുറച്ച് താമസിച്ചുകൊണ്ടാണ്. പ്രശ്നമില്ല എന്തായാലും. എന്നിട്ട് നമ്മൾ ചെറുപയർ പരിപ്പ് നമ്മളൊരു വലിയൊരു പാത്രത്തിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ കിട്ടും കേട്ടോ ഈ ഒരു അളവിനാകുമ്പോൾ. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ച വെല്ലമില്ലേ അത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെല്ലം അതുപോലെ തന്നെ നമ്മളെ പരിപ്പ് നമ്മൾ വേവിച്ച് വെച്ച് ചെറുപയർ പരിപ്പും കൂടി നല്ലോണം കട്ടകളൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കട്ടകളൊന്നും ഇല്ലാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതൊന്ന് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് മേലൊന്ന് ചെറിയൊരു ലോ ഫ്ലെയിമിൽ നമുക്ക് അതൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ആ ഒരു ടൈം തന്നെ നമ്മളിവിടെ 2 പാക്കറ്റ് പാലാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 2 പാക്കറ്റ് പാല് കറക്റ്റ് അളവാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടിയും ലൂസ് വേണമെങ്കിൽ അപ്പോൾ ഈ ഒരു പായസം എന്ന് വെച്ചാൽ ചൂടാറുന്നതിനനുസരിച്ച് നല്ല കട്ടി കിട്ടും. കാരണം നമ്മൾ ചെറുപയർ നല്ലോണം വെന്തിനല്ല. അതുകൊണ്ട് അപ്പം നിങ്ങൾക്ക് പാൽ കുറച്ചും കൂടി അധികം വേണമെങ്കിൽ 2.5 പാക്കറ്റ് പാലെടുക്കാം. അപ്പോൾ പാലും അവിടെ ചൂടാക്കാൻ വേണ്ടി വെച്ചിന്. അപ്പോൾ രണ്ടും സെയിം ടെമ്പറേച്ചർ വേണം കേട്ടോ. രണ്ടും ഒരേ ആ ഒരു തിളക്കുന്ന ഒരു പരിവാകുമ്പം നമുക്ക് രണ്ടും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പാലും തിളക്കുന്ന രീതിയിലാവണം. അതുപോലെ തന്നെ നമ്മൾ ചെറുപയറും വെല്ലം ചേർത്തിട്ട് ആ ഒരു മിക്സും തിളക്കുന്ന ഒരു പരിവാകുമ്പം നമുക്ക് രണ്ടും കൂടി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. നല്ലോണം കട്ടകളൊന്നും ഇല്ലാണ്ട് യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഡയറക്റ്റ് പാൽ ചേർത്താൽ ചിലപ്പോൾ പിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ ചൂടാക്കിയിട്ട് തന്നെ ചേർക്കുന്നത്. ഡയറക്റ്റ് പാൽ ചേർത്തിട്ട് പിരിഞ്ഞതായിട്ട് ഓരോരാൾക്കാർ പറയുന്നത് കേട്ടുകൊണ്ടാകുന്നു കേട്ടോ. ഞാനിങ്ങനെ ചേർത്തിട്ടുള്ളത് ചൂടാക്കിയിട്ട്. അപ്പോൾ അതിന് ശേഷം ലാസ്റ്റായിട്ട് നമുക്ക് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മൾ പായസം ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല കറക്റ്റ് മധുരം, അങ്ങനെ ഓവർ മധുരമുള്ള പായസങ്ങളൊന്നും നമുക്ക് ഇഷ്ടമല്ല കേട്ടോ. കറക്റ്റ് ആ ഒരു മധുരത്തിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു അളവിന് കറക്റ്റാണ് വെള്ളത്തിൻ്റെ അളവ് കേട്ടോ. അപ്പോൾ എനിക്ക് പൊതുവേ ഇങ്ങനെ പാൽപ്പായസം സേമിയ പായസത്തിന് അങ്ങോട്ട് ഏറ്റവും ഇഷ്ടം ഇങ്ങനെയുള്ള വെള്ളത്തിന് കൊണ്ടുള്ള പ്രഥമന് അരിപ്പായസം അങ്ങനത്തെ ഇതാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. നിങ്ങൾക്ക് ഏത് പായസമാണ് ഇഷ്ടം എന്നൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ലാസ്റ്റായിട്ട് നമുക്ക് ഇനി കുറച്ച് നെയ്യിൽ അണ്ടിയും അതുപോലെ തന്നെ ബദാമല്ല അണ്ടിയും അതുപോലെ തന്നെ കിസ്മിസെല്ലാം നമുക്കൊന്ന് വറുത്ത് ഇടാം കേട്ടോ. അപ്പോൾ ലാസ്റ്റായിട്ട് നമ്മൾ പായസം ഇവിടെ സെറ്റായിട്ട്
അപ്പോൾ നമ്മൾ പായസം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇഷ്ടമായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുറേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ, ബൈ ബൈ.